നീലുവിനെ സംബന്ധിച്ച് നീലുവിന് ഓർമ്മ വെച്ചതിൽ പിന്നെയുള്ള ഫസ്റ്റ് വിസിറ്റാണ് കേട്ടോ. കാരണം അവൾക്കൊരു ഡ്രീം ആയിരുന്നു ശരിക്കും അമ്മയുടെ വീട് എന്ന് പറയുന്നത്. സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ പോയതെങ്കിലും അവിടെ ചെന്നപ്പോൾ ശരിക്കും സർപ്രൈസ് ആയത് നമ്മളാണ് കേട്ടോ. മക്കളുടെ ഭയങ്കര പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോഴും രണ്ടാളും ബാഗ് കൊണ്ട് തോണ്ടിട്ടോ. നീലുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അവൾ കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് എൻ്റെ വീട്ടിൽ പോയത്. പിന്നെ പോയിട്ടേ ഇല്ല. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വരും, ഇവിടെ സ്റ്റേ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവളുടെ ശരിക്കും ഓർമ്മ വെച്ചതിൽ പിന്നെയുള്ള ഫസ്റ്റ് വിസിറ്റാണ് ഇത്. അപ്പോൾ നീലുവിന് ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു എൻ്റെ ഹോം. അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ശരിക്കും ഉണ്ട്. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസം ചെറിയൊരു ട്രിപ്പ് പോകുന്ന പോലൊക്കെ തന്നെയാണ്. രാവിലെ ഫുഡൊക്കെ പാക്ക് ചെയ്തെടുക്കും. പിന്നെ മാക്സിമം പുറത്തുനിന്നുള്ള ഫുഡ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ്. എന്നാലും എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു മാത്രം. അപ്പം ഇന്നലെ രാത്രിയിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇഡലി ദോശ മാവാണ്. അപ്പം ലാലു പറഞ്ഞു അവന് ഇഡലി മതിയെന്ന്. നീലുവിന് ദോശ മതിയെന്ന് പറഞ്ഞു. ഹരിയേട്ടന് എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ബാക്കി മാവൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി പോകുന്ന വഴിക്ക് എവിടെ നേരം കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അകമല എത്തി. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പൈസ ഇട്ടിട്ടാണ് എപ്പോഴും പോവാറ്. ഇതൊരു സിനിമയിലുണ്ട് കേട്ടോ, കുഞ്ചാക്കോ ബോബൻ്റെ നോർത്ത് ഘാതം 1000 കണ്ടിയോ 3000 കണ്ടിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലം. ആ ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. മുൻപ് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അകമല ഭാഗത്ത് തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്താറ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടി ഇങ്ങ് പോകുന്നു കേട്ടോ. നമ്മൾ ഹൈവേയുടെ സൈഡിൽ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടു, അവിടെയാണ് നിർത്തിയത്. കാരണം കറി മേടിക്കണമല്ലോ, അപ്പോൾ ആ ഒരു സൗകര്യം നോക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ ആര്യൻകുട്ടൻ ആയുർവേദ മരുന്ന് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. അവിടെ ഒരു ആയുർവേദമുണ്ട് കുഴികണ്ടത്തിൽ, അവിടെയാണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ അവന് നോൺ വെജ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവൻ എന്തായാലും നോൺ വെജ് വേണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കറിയൊക്കെ വാങ്ങി ഹൈവേയുടെ സൈഡിലൊരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് നിന്ന് കഴിക്കുവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ബട്ടർഫ്ലൈ കേട്ടോ. ഇത് വഴനശലഭമാണ്, ഒരു മിമിക്രിക്കാരനാണ് കേട്ടോ. മിമിക്രി എന്ന് പറയുമ്പം സൗണ്ട് എടുക്കില്ല, ഫുള്ളി ഫിഗർ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നീലക്കടുവയുടെ പോലെയോ ഒക്കെ തോന്നും. എനിക്കറിയാം നിങ്ങൾക്ക് പൂമ്പാറ്റ ശബ്ദം ഉണ്ടാക്കാറില്ല, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. അപ്പം ആര്യക്കൂട്ടൻ എന്താണെന്നറിയാം, അവന് എപ്പം മുറിവുണ്ടായാലും ഇപ്പോൾ അത് ചൊറി പോലെ ആയിട്ട് മാറുവാണ്. അവന് ചൊറി വന്നിട്ടുണ്ട്. ചൊറി വന്നതിൽ പിന്നെ അവന് എന്ത് മുറിവുണ്ടായാലും ഒരു പോറലുണ്ടായാലും വീണാലും ഒക്കെ അതങ്ങ് ചൊറി പോലെയൊക്കെ അങ്ങായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ആയുർവേദത്തിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. അവന് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല. എല്ലാ കേസിലും അല്ല, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവന് ഓയിൽമെൻ്റ് ഒന്നും തേച്ചിട്ടുണ്ടെങ്കിൽ മാറാറില്ല. അതിങ്ങനെ മുറിവൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഉണങ്ങാൻ താമസം വരും, അങ്ങനെ അളിഞ്ഞളിഞ്ഞ് വെള്ളം പോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഹരിയേട്ടനും അങ്ങനെ തന്നെയാണ്. അപ്പം ഹരിയേട്ടന് ബെറ്റാഡിനൊന്നും പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ആയുർവേദം കാണിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾക്കൊന്നും ഇംഗ്ലീഷ് മരുന്ന് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് തിരുമാറാടി എത്താറായിട്ടോ. കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഒരു ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഭാഗം. കുറച്ച് പാലക്കാട് പോലെ അല്ലല്ലോ, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ പള്ളികൾ, നീലൊരു പള്ളികൾ ഇവിടെ ഇങ്ങനെ ഒരുപാടുള്ളത് കൊണ്ട് കാണുമ്പോൾ ദൈവം ഇവിടെ എന്തോരം കുരിശിൻ്റെ തമ്പായാണ് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇരിക്കുവാണ്. ആര്യക്കൂട്ടൻ ഉറങ്ങി കേട്ടോ. അവൻ രാവിലെ എഴുന്നേറ്റതാണ് രണ്ടാളും. നീലും ഉറങ്ങിയില്ല. അത് 4 ചുമരിന്റെ വരട്ടിയല്ലേ കൊക്ക് ചുമരിന്റെ. നീലൊരു തിരുമാനാട് ഇഷ്ടായോ? നമ്മുടെ നാട് ഇഷ്ടായോ? ചിലപ്പോ 2 തൂങ്ങുണ്ടാവും. കാരണം ഈ എന്തൊരു ഭംഗിയല്ലേ. പട്ടി വിമാനം കണ്ടൂല്ലേ നമ്മള്. സെന്ററോടൊന്നും ആവില്ല. എന്നോട് ഇപ്പൊ തൂങ്ങണം. അതെന്താ നീലു? കർത്താവുണ്ട് അല്ലേ. ഹലോ ഗായ്സ്, അമ്മമ്മേന്റെ വീട്ടിലാണ്. നേരെ പോവുക, വലത്തോട്ട് പോവുക. വലത്തോട്ടല്ല, ഇടത്തേക്ക് പോവാട്ടോ. എന്നിട്ട് വലത്തേക്ക് പോവാ അല്ലേ. വലത്ത് പോവുക. ആട്ടുണ്ണില്ലേ, ഇവിടെ ആട്ടുണ്ണിണ്ട്. എന്താ പറയാ, മെല്ലെ പോയിട്ട് ബൗ പയണം. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കാതെ പോയിട്ട് എന്താ പറയാ, ബൗ പയണം. ഓക്കെ, റോഡൊക്കെ വണ്ടി സൗണ്ട് ഉണ്ടാക്കാതെ പോയിട്ട് ബൗ പയണം. നിങ്ങൾ ഒളിച്ച് നിങ്ങളെ ബൗ പറഞ്ഞ് പേടിപ്പിക്കാൻ വരികയാണ്. നിങ്ങൾ ഒളിച്ച് നിങ്ങളെ ബൗ പറഞ്ഞ് എന്നെ പോയിട്ട് ബൗ പറഞ്ഞ് പേടിപ്പിക്കട്ടോ. ചെല്ലി
അന്നല്ലത്തെ അമ്മമ്മ പോന്നോ ഫുള്ള് പ്ലാന്റർ ബഹു പറയടി അപ്പൊ നീര് പേടിപ്പിക്കാതെ ഭയങ്കര പ്ലാനില് വന്നാ അപ്പഴേക്കും അമ്മമ്മ കണ്ടുപിടിച്ചു നീലേ അപ്പൊ അവനോ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം പോയത് സീതമോളുടെ വീട്ടിലേക്കാണ്. ഇവിടെ ഞങ്ങൾക്കൊരു അനുപമയുണ്ട്. ഞങ്ങൾ വീഡിയോ കോള് അല്ലാത്ത കോള് ഒക്കെയാണ് ഞങ്ങളുടെ പരിപാടി. നേരിട്ട് കാണുവാണ് കേട്ടോ. മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടി കുഞ്ഞിതാണല്ലോ. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ വീഡിയോ കോളാണ് അധികം ചെയ്യാറ്. സർപ്രൈസ്. പിന്നെ അടുത്തത് ഇനി ഫുഡിങ് ആണ്. അപ്പോൾ അമ്മ ഞങ്ങൾ വരും എന്ന് പറയാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നീലുവിന് വാഴയിലയിൽ ചോറ് വേണം നിർബന്ധമായിരുന്നു. അപ്പോൾ നീലുവിനുള്ള വാഴയിലൊക്കെ അമ്മ വെട്ടി വന്നു. ചൂരമീൻ കറി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അവൾ മീനൊക്കെ കൂട്ടി കഴിക്കാൻ കേട്ടോ. വീട്ടിൽ മീൻ കറിയൊന്നും കഴിക്കാത്ത ആളാണ്, വറുത്തത് മാത്രമേ കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇതാ സീതമോള് വന്നു. രണ്ടാളും കൂടി ഇരുന്ന് കളിയാൻ കേട്ടോ. രണ്ടാളും ഏകദേശം സെയിം ഏജ് ആണ്. ചെറിയൊരു മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. 1-2 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ദാ മെറ്റലും പൂവും എല്ലാം കൂടി കുഴച്ച് പെറുക്കി രണ്ടാളും പൊരിഞ്ഞ് കളിയാണ്. അവർക്ക് അവരുടെ ഏജിലുള്ള ആൾക്കാരെ കിട്ടുമ്പോഴാണല്ലോ കുറച്ചും കൂടി സന്തോഷമായിട്ട് കളിക്കാൻ പറ്റുക. പിന്നെ ഗേൾസ് തിങ്സ് അങ്ങനെ അവർ രണ്ടാളും സെറ്റായി. പിന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ സീതമോളെ അന്വേഷിക്കും. നീലുവിന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ തന്നെയല്ലേ കേട്ടോ. അപ്പം ഭയങ്കരമായിട്ടും സ്നേഹിക്കും. അടുത്ത പരിപാടി വെള്ളം കോരി കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പാലക്കാടത്ത് വരുന്ന എൻ്റെ കാര്യം പറയണ്ടല്ലോ, എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ച് മരിക്കും. ഇവിടെ അന്ന് തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കെട്ടുന്ന വെള്ളം കോരി കുടിക്കുക എന്നുള്ളത്. ഈ ടാങ്കി കിടക്കുന്ന വെള്ളം കുടിക്കുന്നതിനേക്കാളും കോരി കുടിക്കുന്ന വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ആര്യൻകുട്ടനും അതെ, അവനും ഭയങ്കര ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ് കെട്ടുന്ന വെള്ളം കോരുക കുടിക്കുക എന്നൊക്കെ ഉള്ളത്. അവിടെ ചെല്ലുമ്പം വെള്ളം ഇങ്ങനെ കോരേണ്ട ആവശ്യമില്ല, എല്ലാം മോട്ടറാണ്. അപ്പോൾ ഇവിടെ വരുമ്പം ഇത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാറിൻ്റെ ഉള്ളിൽ രണ്ടാൾ എന്തൊക്കെയൊക്കെയോ പരിപാടികളാണ്. വാട്ടർ ബോട്ടിലൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങി. നീലുവിൻ്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ, സീതമോൾക്ക് കൊടുത്തു. അടുത്തത് നമ്മൾ എലഞ്ഞിയിലുള്ള കുഴികണ്ടത്തിൽ ആയുർവേദശാലയിലേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മരുന്ന് മേടിക്കാറ്. ഇവൻ ഞാൻ അവിടെ ആണെങ്കിലും ഡോക്ടറെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്ന് കൊറിയർ അയച്ച് തരാറുമുണ്ട്. അച്ഛൻ വന്ന് വാങ്ങും, അങ്ങനെ കൊറിയർ അയച്ച് തരും, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുതരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ മരുന്ന് മേടിക്കാറ്. ശേഷം നമ്മൾ നേരെ പോയത് അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്, അവിടെയാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു ബേക്കറിയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് ഞാൻ അധികം ചൂസ് ചെയ്യാറ്. ഞാൻ ഉള്ളിവട ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉള്ളിവട മേടിച്ചു. അനുവുണ്ട് കേട്ടോ, അനുവുണ്ട്, സീതമോളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. നല്ല കളിക്കടാ, അവന്റെ കൈ ഞാൻ ചെയ്ത കേട്ടോ. ഞാൻ അവൾക്ക് കൊടുക്കുക, അവള് പാല ചേർക്കും. നീലും സീതമോളും അവർക്ക് കിട്ടിയ പബ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്ത് തീർക്കുകയാണ് ചെയ്തത്. അപ്പം പക്ഷെ അതിൻ്റെ ഉള്ളിലൊത്തൊന്നും കഴിക്കത്തില്ല കേട്ടോ, പുറമേയുള്ള സാധനം മാത്രമേ കഴിക്കാറുള്ളൂ. ശേഷം ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി MBAയുടെ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ പുറത്ത് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു വിടും, അപ്പോൾ അച്ഛൻ വന്നോളൂ കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മീറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, സോസേജ്, സലാമി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി പോകണം, ആ ഒരു ഉദ്ദേശം കൊണ്ടും കൂടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് സർപ്രൈസിങ് ആയിട്ടൊരു അവസരം കൂടി കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളൊരു പെർമിഷൻ അച്ഛൻ എടുത്തു തന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനും കൂടി ഇപ്രാവശ്യം പറ്റിയിട്ടോ. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോഴൊക്കെ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്, മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്, ഫാം കണ്ടിട്ടുണ്ട്. അന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മുയൽ, കാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടും വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെ ഒരു ചാനൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ കാണും, പോകും. ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ആക്ടിവിറ്റീസും കണ്ടിട്ടുണ്ട്, വർക്കിംഗ് പ്രോസസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവൻ സ്കൂളിൽ നിന്ന് ചെറിയ പഠനയാത്രകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ പോലും ഞാൻ ഇവിടെ വന്നിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ട സമയത്ത് അച്ഛൻ്റെ കമ്പനി വന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ഓർമ്മകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ വളരെ ചെറിയ ഏജിൽ ഇവിടെ ജോലിക്ക് കയറിയതാണ്. അതൊക്കെ അതിൻ്റെ സ്റ്റോറിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഭയങ്കര രസമാണ്.
അതൊക്കെ എനിക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയ്ക്കൊക്കെ ചോദിച്ച് അച്ഛൻ്റെ അടുത്ത് ആ കഥ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പം അങ്ങനെ വളരെ ചെറിയ ഏജിൽ വന്നാണ്, മാസം 200 രൂപ ശമ്പളത്തിലൊക്കെ കയറിയതാണ് കേട്ടോ. ഇപ്പം കുറേ വർഷമായി, എത്രയോ വർഷം അച്ഛനിവിടെ അച്ഛൻ്റെ ചോരയും നീരും വിയർപ്പും എല്ലാം അധ്വാനിച്ച് ഞങ്ങളെയൊക്കെ നോക്കി വളർത്തി ഇങ്ങനെയൊക്കെ ആക്കിയതാണ്. അച്ഛൻ പെൻഷൻ പറ്റാറാവുന്നതേ ഉള്ളൂ, നെക്സ്റ്റ് ഇയറാണ് പെൻഷൻ പറ്റത്തുള്ളൂ. അപ്പോൾ അച്ഛനാണ് അച്ഛൻ്റെ ബാച്ചിൽ കയറിയതിൽ ലാസ്റ്റ് പെൻഷൻ പറ്റുന്ന ആൾ. അപ്പോൾ അത്രയും ഒരു യങ് ഏജിൽ അച്ഛൻ ഇവിടെ ജോലിക്ക് കയറിയതാണ്. വളരെ നല്ല വർക്കറാണ്, ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന നല്ലൊരു ജോലിക്കാരനാണ് അച്ഛൻ ഇവിടുത്തെ കേട്ടോ. അതെനിക്ക് പറയാതെ വയ്ക്കാം. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ നമ്മൾ കമ്പനിയുടെ ഉള്ളിൽ കയറി. അപ്പോൾ അത് ഒരു പന്നിക്കുട്ടീനെ ഇങ്ങനെ മാറ്റി നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം ഇത് കൊല്ലാൻ കൊണ്ടുവന്ന ബാച്ചിലെ പന്നിയാണ്. പക്ഷേ അതിനെ കൊല്ലാൻ കൊണ്ടുവരുമ്പോഴാണ് അതിന് വലിയ കുട്ടി ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഗർഭിണി ആയതുകൊണ്ട് അതിനെ തൽക്കാലം കൊല്ലണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി നിർത്തിയേക്കുന്നതാണ്. പക്ഷേ പുതിയ ജോലിക്കാരൊക്കെ ഒരു എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന സമയത്ത് അതിനെ തല്ലി എന്നാണ് പറഞ്ഞത്. തല്ലിയതിൻ്റെ ദേഷ്യത്തിൽ ആ ഒരു പെൺപന്നി അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഒന്ന് ചീറ്റി വന്നായിരുന്നു അച്ഛൻ്റെ നേരേക്ക്. ആ ഒരു ദേഷ്യത്ത് നിൽക്കുവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതർവൈസ് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അപ്പം അങ്ങനെ ഒരു പരിഗണന കിട്ടി, അവൾ ഇങ്ങനെ നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ എവിടെയൊക്കെ എപ്പോഴേക്കോ കിട്ടിയിട്ടുള്ളൊരു പരിഗണന. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാവേ, ഇൻഡസ്ട്രിയുടെ ഉള്ളിലും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.